അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിറർ വാൾഡ്രോബ് ടൂറാണ്. ടൂർ എന്ന് പറയുമ്പോൾ വാൾഡ്രോബിലത്തെ ഓരോ സാധനവും ഇങ്ങനെ ഇതാക്കി കാണിച്ചു തരുന്നില്ല, ഒന്ന് ജസ്റ്റ് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എസ്തറ്റിക് കൈൻഡ് ഓഫ് സെറ്റിംഗാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ അഭിപ്രായം നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡു സപ്പോർട്ട്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ മിറർ വാൾഡ്രോബ് അല്ല, ശരിക്കും ഇത് ഞാനിങ്ങനെ ഒന്ന് ആക്കിയതാണ്. ശരിക്കും ഇത് ഒരു സ്റ്റഡി ടേബിളാണ് നമ്മളെ രണ്ടാൾക്കൊക്കെ. പക്ഷെ എൻ്റെ സിസ്റ്റർ അത്ര ഉപയോഗിക്കുന്നില്ല, ഞാനാണ് അധിക സമയം ഇതിലുള്ളത്. അപ്പം ഒരു പോർഷൻ കുറച്ച് പോർഷൻ മാത്രം എടുത്ത് ഞാൻ എൻ്റെ വാൾഡ്രോബ് പോലെ ആക്കിയതാണ്. ഫുൾ സാധനം വെക്കാൻ വേറെ സ്ഥലം ഞാൻ വെച്ചാൽ ഒന്ന് അപ്പുറത്തെ സ്ഥലത്തായിരിക്കും, ഒന്ന് ഇപ്പുറത്തെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ അറിയാതെ തന്നെ അത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ മിറർ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചതാണ്, ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചതാണ്. പക്ഷെ ഇത് നന്നായിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പോർഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ മിറർ എന്ന് പറഞ്ഞാൽ പഴയ മിററാണ്. ഈ വീട്ടിൽ നമ്മളിവിടെ വന്നപ്പോൾ പഴയ മിറർ മാറ്റി പുതിയ മിറർ വെച്ചപ്പോൾ ഉണ്ടായ മിററാണ് ഇത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ലാവൻഡർ ഫ്ലവേഴ്സെല്ലാം ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്, അക്രിലിക് കളർ. പിന്നെ ഈ ഒരു ക്ലൗഡ്സൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്, ഇങ്ങനെ ഇതാവുന്ന പോലെ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡ് കൊടുക്കാം. ഞാൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപാടുള്ള ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിവിടെ കൊടുക്കാം. പിന്നെ ഈ താഴെയാണ് ഫുൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. എനിക്ക് സ്കിൻ കെയർ എല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ലോഷനാണ് ഉള്ളത് ഈ മൂലക്ക്. ഇത് ഞാൻ എൻ്റെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഗൈസ്. മോയ്സ്ചറൈസർ ഉണ്ട്, ഡെർമക്കോൻ്റെ വിറ്റാമിൻ ഇ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ. പിന്നെ ഇവിടെ 3 സീറം ഉണ്ട് ഗൈസ്, 3 സീറം ഉണ്ട്. പക്ഷേ ഇത് ഒന്ന് തീർന്നു, ഡെർമക്കോൻ്റെ ഇത് തീർന്നിട്ടുണ്ട്, സാലിസിലിക് ആസിഡ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഡെർമക്കോൻ്റെ നയസിനമൈഡാണ്, ഡേംഡോക്ക് ആണ്. പിന്നെ ഓയിൽ കൺട്രോൾ ഉണ്ട്, ഗുഡ് വൈബ്സിൻ്റെ ടീ ട്രീ. ഇത് ശരിക്കും ഞാൻ വാങ്ങിയത് എൻ്റെ സിസ്റ്ററിനാണ്, പക്ഷേ അവൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. പിന്നെ ഒരു കോസി കെയറിൻ്റെ സ്കിൻ വൈറ്റനിങ് ക്രീമുണ്ട്. ഇത് ശരിക്കും വൈറ്റനിങ് അല്ല, സോറി, ലൈറ്റനിങ് ആണ് കേട്ടോ. ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ്. ഇത് ഞാൻ അത്ര ഉപയോഗിക്കാറില്ല, ഇതിൻ്റെ സ്മെല്ല് അത്ര പോരാ ഗൈസ്. ഇതിൽ കുറേ അഡ്വാൻറ്റേജസൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇത് ഞാൻ ഉപയോഗിക്കാത്ത സാധനമാണ്. പിന്നെ നമ്മൾ ഈ സാധനം എപ്പോഴും ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിൽ, പോൺസിൻ്റെ. ഞാനും എൻ്റെ സിസ്റ്റർ ഉപയോഗിക്കുന്ന സൺസ്ക്രീനാണ്, നല്ലൊരു സൺസ്ക്രീനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇത് ഡെർമക്കോൻ്റെ SPF ആണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഇടും, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ട്. പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, ഗാസ്റ്റ് ബൈൻ്റെ. ഇത് ഏകദേശം തീർന്നു, പിന്നെ ഒരു ഇതിന് വേണ്ടി വെച്ചതാണ്. സെറ്റിംഗ് സ്പ്രേ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴെല്ലാം അത്യാവശ്യമാണ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു റാക്കുണ്ട്. ഇതിലാണ് നമ്മളെ സാധനമെല്ലാം ഉള്ളത്, എല്ലാത്തിനും വേണ്ട സാധനം ഏകദേശം ഇതിലാണ് ഉള്ളത്. കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തതാണ് പ്രിങ്കിൾസിൻ്റെ ബോട്ടിലിൽ. അപ്പോൾ ഇതിലാണ് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പുള്ള ഇതെല്ലാം ഇട്ടേച്ച്, ഒരു പെൻസിൽ ടൈപ്പുള്ളത്. അപ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ കയ്യെത്തിച്ചെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ വലിയ ലിപ് ഷെയ്ഡ്സിൻ്റെ കളക്ഷനൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ള ഒരു 4 ഷെയ്ഡാണിത്. പിന്നെ ഇത് ലോക്കലാണ്, ഇത് 3ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഡാസ്ലറിൻ്റെ, ഇതിൻ്റെ ഞാൻ ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ വലിയ രീതിക്കൊന്നും പറയുന്നില്ല. പിന്നെ എൻ്റെ കൺസീലർ ഉണ്ട്, ഇത് ഫേസ് സ്കാനഡേൻ്റെ ആണ് കേട്ടോ. പക്ഷെ ഇത്
ഷെയ്ഡ് നമ്മളുടെ ഒരു ഷെയ്ഡ് ഇത് ലൈറ്ററാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപയോഗിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു ലോക്കൽ ഒരു ഇതാണ്, ഐബ്രോ ലൈനറാണ്. പിന്നെ ഒരു കാജലുണ്ട്, പിന്നെ ഒരു ഐബ്രോ ഡിഫൈനർ ഉണ്ട്, പിന്നെ ലിപ് ലൈനർ, പിന്നെ ഇത് ഐലൈനർ, പിന്നെ ഒരു മസ്കാര ഉണ്ട്. ഇതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഒരു ലോക്കൽ മസ്കാരയാണ്. ഞാൻ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഒരു നെയിൽ കട്ടറും കൂടിയുണ്ട്, എന്തിനെന്നറിയില്ല, ഒറ്റപ്പെട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റാക്കിൽ. അപ്പോൾ അടുത്തത് നോക്കാം ഗൈസ്. ഞാൻ ഇവിടെ പേർപ്പിളിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ആക്കിയപ്പോൾ കിട്ടിയ ഒരു പ്രൈമറാണ് NYPൻ്റെ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് തീർന്നു, എന്നാലും ഒരു ഇതിന് വേണ്ടി വെച്ചതാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതെല്ലാം ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെക്കണം. അവർ തന്നതെന്ന് പറയാം നമുക്ക്. പിന്നെ ഈ ഒരു പൗച്ചാണ്. ഈ പൗച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അടിപൊളിയാണ്. മിറർ റിഫ്ലക്ഷനും ക്യാമറ റിഫ്ലക്ഷനും നോക്കിയാൽ മതി. ഇത് ഞാൻ മീഷോന്ന് ഏകദേശം ഒരു 150 to 250 ഇതിൻ്റെ ഇടയിൽ വരുന്ന റേറ്റേ ഉള്ളൂ. അടിപൊളി ക്വാളിറ്റിയാണ്. സിബ് ക്വാളിറ്റി ആയാലും എല്ലാത്തിനെ പറ്റിയിട്ടായാലും. ഞാൻ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ഞാൻ റേറ്റെല്ലാം പറഞ്ഞൊരു ഷോർട്സ് ആയിട്ട് തന്നെ ഇടാം. ഒരു സാധനത്തിൽ എനിക്കിവിടെ വെക്കാൻ പറ്റാത്ത സാധനവും, പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഇതിലിട്ട് ക്യാരി ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാം മീൻസ് ഒരു ഐലൈനർ, ഒരു അങ്ങനെ എല്ലാം ഒന്ന് വെച്ച് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സ്കിൻ കെയർ എല്ലാം കൊണ്ടുപോകാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ മേക്കപ്പ് മാത്രമാണ്, സ്കിൻ കെയർ ഞാൻ വേറെ തന്നെ വെക്കും. ഇതിലുള്ളത് ഫസ്റ്റ് തന്നെ നിയോൺ ഹുദ ബ്യൂട്ടീൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതായിട്ട് കുറച്ച് പ്രയാസമുണ്ട്, ബിക്കോസ് എല്ലാം ഞാൻ തന്നെയല്ല ഹാൻഡിൽ ചെയ്യേണ്ട. ഇത് 4 ഷെയ്ഡ്സ് വരുന്ന ഒരു ഹൈലൈറ്ററാണ്. ഇത് മിററെല്ലാം ഉണ്ട്, ഒരു ക്ലീൻ മിറർ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഒരു അടിപൊളി പാക്കേജിങ്ങിൽ വരുന്ന കുറച്ച് ഒരു ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. 395, ഒരു 400 രൂപക്ക് ഒരു 4 എണ്ണം വരുന്നത് ഏകദേശം വേർത്താണ്. ബിക്കോസ് ഇത് നല്ലൊരു ഹൈലൈറ്ററാണ്, നല്ല പിഗ്മെൻറ്റേഷൻ എല്ലാം ഉണ്ട്. പിന്നെ ഇതിലുള്ളത് 2 ഗ്ലോ ആൻഡ് ലവ്ലിയുടെ BB ക്രീംസാണ് ഗൈസ്. ഇത് രണ്ടും ഗ്ലോ ആൻഡ് ലവ്ലി തന്നെ ആയി. 2 വേറെ വേറെ വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ചെറുതേ വാങ്ങാറുള്ളൂ, ബിക്കോസ് നമ്മൾ അത്രയൊന്നും ഉപയോഗിക്കില്ല. ഇത് നമ്മളെ ഷെയ്ഡ് പോലും അല്ല, എന്നാലും കുറച്ച് ഉപയോഗിക്കുന്നതായിട്ടാണ് ഇത് വാങ്ങുന്നത്. അല്ലെങ്കിൽ വലുത് തന്നെ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇത് വലിയ ക്വാളിറ്റിയുള്ള ബ്രാൻഡൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. പിന്നെ ഇതിലുള്ളത് ഒരു ലിപ് ബാം ഉണ്ട്. ഇത് മെബിലൈൻ്റെ ബേബി ലിപ്സിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് അതിൽ വെച്ചാൽ കാണില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇതിൽ വെച്ചത്. ഓക്കെ. പിന്നെ ഇവിടെ 3 ജ്വല്ലറി ബോക്സസ് ഉണ്ട്. ഇതിൽ ഒന്നുമില്ല, എൻ്റെ ഒരു റിങ് മാത്രമേ ഉള്ളൂ. ഇതിൽ ബാങ്കിൾ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ ഇട്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അനിയത്തിൻ്റെ 3 റിങ്സ് ഉണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ 3 റിങ്സ് ഉണ്ട്. പിന്നെ ഇതൊരു കളർഫുള്ളായിട്ടുള്ള ഒരു പെയറാണ് കേട്ടോ. അപ്പോൾ അതേതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ, കുറേ ഡ്രസ്സിൻ്റെ കൂടെ ഇത് മാച്ചാകുന്നുണ്ട്, ഈ ഒരു മാലയും കമ്മൽ. അപ്പോൾ ഞാനത് പെയർ ചെയ്തൊരു വീഡിയോ ഇടാം. പിന്നെ ഇതാണ് നമ്മൾ ഏകദേശം കമ്മൽ എല്ലാം ഉള്ളത്. ഇതിൽ അമ്മൻ്റെ സാധനവും ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ എല്ലാം അമ്മൻ്റെ ആണ്, അതുകൊണ്ടാണ് ഇതെല്ലാം എൻ്റെ ജുംകാസാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇടാം. ഇതിൽ അത്ര കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. ഇത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ വാൾഡ്രോബിൻ്റെ
ഇപ്പുറത്തെ സൈഡായിട്ട് ഞാൻ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചെടുത്ത് ഇതിലൊരു നമുക്ക് അത്യാവശ്യം ഹെയർ ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. കുറേ ചേർപ്പുണ്ട്, പിന്നെ 2 സ്ക്രഞ്ചീസ് ഉണ്ട്. ഈ വള എങ്ങനെ വന്നാന്ന് എനിക്കറിയില്ല. പിന്നെ ക്ലിപ്പ്, പിന്നെ റിബൺ, അങ്ങനത്തെ സാധനമെല്ലാം വേഗം കിട്ടാനുള്ളതെല്ലാം ഈ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്, ഒരു ഫോറിൻ പെർഫ്യൂം ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴെ ഇത് ജസ്റ്റ് 3 എണ്ണം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റത്തെ റോ മാത്രമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ടൂറാവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഒരു 6-7 ഷെയ്ഡ് നെയിൽ പോളിഷ് ഉണ്ട്. ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി വെച്ചതാണ്. കുറേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, അതിൽ കട്ട പിടിച്ചുള്ള ചാടി നല്ലത് മാത്രമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഞാൻ നെയിൽ ആർട്ടൊക്കെ ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ എന്നാലും എന്തെങ്കിലും സാഹചര്യത്തിൽ ചെയ്താലോ. പിന്നെ ഈ ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ട്, ഇത് വേഗൻ്റെ ആണ് കേട്ടോ, വേഗൻ്റെ ആണ്. പിന്നെ പൊട്ട് ഞാൻ വെക്കാറില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമുള്ള സാധനം പൊട്ടായിരിക്കും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പൊട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എൻ്റെ അമ്മ വാങ്ങിയോണ്ട് മാത്രം അവിടെ വെച്ചതാണ്. എൻ്റെ അമ്മ മാത്രമേ പൊട്ട് ഉപയോഗിക്കൂ. പിന്നെ ഇത് ഒരു വളേൻ്റെ ബോക്സ് തന്നെയാണ്, ഇതിൻ്റെ ഉള്ളിലും വള തന്നെയാണ്. ഒരു ബോക്സ് നമുക്ക് ലാസ്റ്റ് നമ്മൾ കുറേ സെറ്റ് വള വാങ്ങിയപ്പോൾ കിട്ടിയൊരു ബോക്സിൽ തന്നെ എല്ലാ സെറ്റ് വളയും വെച്ചിട്ടുണ്ട്. ബ്ലാക്ക്, ഗ്രീൻ, കുറച്ച് ബ്രൈറ്റ് കളേഴ്സാണ്. അങ്ങനത്തെ ഡ്രസ്സിന് നമ്മൾ വള വാങ്ങുള്ളൂ. പിന്നെ വേണ്ടാത്ത കുറച്ച് വള സൈഡ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പുറം ഒരു ബോക്സ് ഉണ്ട്. ഇത് ഞാൻ എടുത്ത് കാണിക്കുന്നത് വെച്ചാൽ ഞാനൊരു കൈയോടാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. ഇതിലെന്ന് പറഞ്ഞാൽ 2 റിബൺസ് ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൽ വെച്ചത്. പിന്നെ കുറച്ച് പിന്നും, പിന്നെ ഈ മല്ലിക ക്ലിപ്പില്ല, മല്ലിക ക്ലിപ്പ് എന്നാണ് നമ്മൾ പറയൽ. സേഫ്റ്റി പിൻസും സേഫ്റ്റി ക്ലിപ്സും എന്ന് പറയാം നമുക്ക്. ഇതിൻ്റെ പേരൊന്നുമില്ല അപ്പോൾ ബോബ് പിൻസ് മനസ്സിലായി. ആ സാധനമാണ്. ഇതൊരു ടിന്നിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രീറ്റ്സിൻ്റെ ഒരു ഹെയർ കളറിങ്ങിൻ്റെ ഒരു സാധനമുണ്ട്. ഇത് നമ്മൾ ഒരു പ്രോഗ്രാമിന് വാങ്ങിയാണ്, പക്ഷേ ഇത് അത്ര റിസൾട്ട് ഇല്ല. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ചാടണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഒന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു മിററാണ് ഗൈസ്, മറ്റേ 25 രൂപയ്ക്കെല്ലാം കിട്ടുന്ന ഒരു മിററില്ല. ഇത് 2 സൈഡും ഉണ്ടായിരുന്നു, ഒരു സൈഡ് പൊട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചതാണ്. ഓക്കെ, ഒരു മിറർ. പിന്നെ 2 വാസ്ലിൻ ഉണ്ട്. ഇത് എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന ഒരു സാധനമാണ് വാസ്ലിന്, അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ ഈ ഒരു യോഗട്ടിൻ്റെ ഒരു ഇതിൽ ഫേഷ്യൽ റേസേഴ്സ്, പിന്നെ റേസർ, ഇതൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പൊട്ടിക്കാത്തതാണ്. ഇതും അങ്ങനെ തന്നെയാണ്, വാങ്ങിയപ്പോൾ തന്നെ വെച്ചതാണ്, ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ വെച്ച്. ഇവിടെ ചെറിയൊരു ടിന്നുണ്ട്, എന്തിനും ഇത് ഞാൻ എന്തെങ്കിലും ഇത് സ്മിറ്റന്ന് വാങ്ങിയപ്പോൾ കിട്ടിയാണ്. പക്ഷേ ഇതൊരു ഉപയോഗമില്ലാത്തൊരു മാസ്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ടിന്നെങ്കിലും നമുക്ക് കഴുകി വെക്കാനിരുന്ന എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മിറർ വാൾഡ്രോപ്പ് മേക്ക് ഓവർ അല്ല, ഒരു ടൂർ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.